ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വലിയ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞങ്ങൾ ചൂരൽമല പോയതിൻ്റെ വീഡിയോ ഞാൻ 2 ആഴ്ച മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇരുകയും നീട്ടി സ്വീകരിച്ച എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ എല്ലാ വ്യൂവേഴ്സിനും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അത് 10 ദിവസം കൊണ്ട് തന്നെ 1K ആവാൻ വേണ്ടിയിട്ട് സഹായിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ഇനി നമുക്ക് പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. ഇത്തവണ വലിയ പെരുന്നാൾ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടെ അവിടെ ആഘോഷിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ സാലഡ്, മയണൈസ്, പിന്നെ ബീഫ് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തതുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് നാത്തൂൻ്റെ വല്യമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയത് സ്വർഗം ഫിഷിംഗ് പാർക്കിലേക്കായിരുന്നു കേട്ടോ. ബത്തേരി തന്നെ സ്ഥിതി ചെയ്യുന്ന സ്വർഗം ഫിഷിംഗ് പാർക്ക്. വൈകുന്നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഫിഷ് പിടിക്കാൻ, വളർത്തുന്ന മീനുകളെ അവിടുന്ന് തന്നെ നമുക്ക് പിടിക്കാം. അപ്പോൾ അത് ഓരോന്നിനും ഓരോ വില ഇട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീൻ ഏതാണോ ആ വില കൊടുത്ത് നമുക്ക് ആ മീനിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫിഷിംഗ് പാർക്കിലെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഫുട്പാത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയാസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി മീനിനെ പിടിക്കാനാണെങ്കിൽ നമുക്ക് ചൂണ്ടയും മീനിന് ഉള്ള ഇരയ്ക്കുള്ള തീറ്റയും നമുക്ക് അവിടെ നിന്ന് തന്നെ തരും. അപ്പോൾ ഇവിടുന്ന് ധാരാളം ആളുകൾ മീനിനെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ വലിയ വാള, പുഴവാളയും അതുപോലെ തിലാപ്പിയ മത്സ്യമൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിടിക്കുന്നവർക്ക് ഏകദേശം പേർക്കും മീൻ കിട്ടുന്നുമുണ്ട്. അപ്പം ഞങ്ങൾ എൻട്രൻസിൽ തന്നെ മീനിനെ പിടിച്ച ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് പെരുന്നാൾ ലീവും ഒക്കെ ആയതുകൊണ്ട് ധാരാളം ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമുക്ക് സമയം വെറുതെ ഒന്നും പോവില്ല. കുട്ടികളെയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാനും വൈകുന്നേരം ഈവനിങ് ഒക്കെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനായിട്ടുള്ള പാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. ബോട്ടിങ് നമ്മൾ തന്നെ ചവിട്ടുന്ന അതേ ബോട്ടാണ്. 4 പേർക്കൊക്കെ ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ബോട്ടാണ്. ഞങ്ങൾ പിന്നെ ബോട്ടിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളും ഞാനും നാത്തൂനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ അതിലൊന്നും അങ്ങനെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്കിങ്ങനെ നടന്നും ഇരുന്നും ആസ്വദിക്കാൻ അല്ലാതെ തന്നെ കുറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇത് കിഡ്സിൻ്റെ ഏരിയയാണ്.
അങ്ങനെ കുട്ടികൾ കുറേ റൈഡിലൊക്കെ കയറുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും സമയം രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, സന്ധ്യയായി. പിന്നെ ഞങ്ങൾ കുളത്തിന് ചുറ്റും അങ്ങനെ കുറച്ച് സമയം നടക്കാമെന്ന് കരുതി അങ്ങനെ നടക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും കുട്ടികളൊക്കെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കൊണ്ടോന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പോപ്കോൺ വാങ്ങി. നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് സമയം കാത്തു നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് പോപ്കോൺ കിട്ടിയത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഡാൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു ചെറിയ എന്താ പറയുക, സ്റ്റേജും കൂടെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്ക് ഡാൻസോ പാട്ടോ അവരുടേതായിട്ടുള്ള പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവതരിപ്പിക്കുക കേട്ടോ. അപ്പോൾ അവർ സോങ് പ്ലേ ചെയ്തപ്പോൾ വാവയും പൊന്നും കൂടെ അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നിന്നേ. അപ്പോൾ വലിയ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.